സംസ്ഥാന ബജറ്റിലെ മദ്യത്തിന്റെ നികുതി ഇളവിനെക്കുറിച്ചുള്ള വിവാദം ആളിപ്പടരുമ്പോൾ ആരോപണങ്ങൾ സഭയ്ക്ക് പുറത്തേക്കും എത്തിക്കുകയാണ് പ്രതിപക്ഷം. മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉയർത്തിയത്. ബജറ്റിൽ നികുതി ഇളവ് വരുത്തിയത് വലിയ അഴിമതിയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. 2023 മുൻ സർക്കാരിന്റെ കാലത്ത് മദ്യക്കമ്പനി നികുതി കുറക്കുന്നതിനായി അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ അന്ന് അതിൽ യാതൊരു നടപടിയും സർക്കാർ സ്വീകരിച്ചിരുന്നില്ല. എന്നാൽ പുതിയ സർക്കാർ വന്ന ശേഷം ഈ വിഷയത്തിൽ അസാധാരണമായ വേഗത്തിലാണ് കാര്യങ്ങൾ നീങ്ങിയതെന്നും അദ്ദേഹം പറയുന്നു. ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു നാറുന്നു എന്ന പ്രയോഗം ഉന്നയിച്ച ബാലഗോപാൽ അഴിമതി മണക്കുന്നുണ്ടെന്നും കൂട്ടിച്ചേർത്തു. ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു നാറുന്നു എന്നത് വില്യം ഷേക്സ്പിയറുടെ ഹാംലെറ്റ് എന്ന പ്രശസ്തമായ നാടകത്തിൽ നിന്നുള്ളതാണ്. ഓരോ ഭരണകൂടത്തിലോ സ്ഥാപനത്തിലോ എന്തോ വലിയ അഴിമതിയോ നിയമവിരുദ്ധമായ കാര്യങ്ങളോ നടക്കുന്നുണ്ടെന്ന് സംശയിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണത്. മദ്യനയത്തിൽ വലിയ ഒരു അഴിമതി നടക്കുന്നു എന്ന് തന്നെയാണ് ബാലഗോപാൽ അതിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് അനുവദിക്കുന്ന വിഷയം സഭയിൽ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നൽകിയില്ല. ബജറ്റ് ചർച്ചയ്ക്കിടെ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നൽകാൻ കഴിയില്ലെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അറിയിക്കുകയായിരുന്നു. അതിനെ തുടർന്ന് പ്രതിപക്ഷം ബഹളം വെക്കുകയും സഭ ബഹിഷ്കരിക്കുകയും ചെയ്തു. സ്വകാര്യ മദ്യക്കമ്പനിക്ക് അമിതമായി ലാഭം കൊയ്യാനുള്ള അവസരം ബജറ്റിൽ തിരികെ കയറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പറഞ്ഞു. ഇത് സാധാരണക്കാർക്കോ മനുഷ്യർക്കോ വേണ്ടിയുള്ള നിർദ്ദേശമല്ല. കർണാടകയിലെ മദ്യക്കമ്പനിയായ ബക്കാഡിയാണ് ഇതിന്റെ ഗുണഭോക്താവെന്നും ഫയൽ നീക്കം അതിവേഗത്തിൽ നടക്കുകയാണെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാണിച്ചു. സോഫ്റ്റ് ഡ്രിങ്കുകൾ പോലെ മദ്യം സാർവത്രികമാക്കാനാണ് പോകുന്നത്. ഇത് അനുവദിക്കാൻ പറ്റില്ല. ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കും. ലഹരിയിലേക്ക് ആളുകളെ തള്ളിവിടുന്നതിലേക്കാണ് ഇത് എത്തിക്കുക എന്നും പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ സ്പീക്കർ അനുമതി നിഷേധിച്ചിട്ടും ചട്ടപ്രകാരമല്ല പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നതെന്നും സർക്കാരിന് മറുപടി പറയാൻ അനുമതി ഇല്ലാത്തതുകൊണ്ട് ഈ ആരോപണം രേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഞങ്ങളൊന്നും അറിഞ്ഞില്ലെന്ന് KC ഗ്രൂപ്പ് പറയുന്നു, ഞങ്ങളൊന്നും അറിഞ്ഞില്ലെന്ന് എക്സൈസ് മന്ത്രിയും പറയുന്നു. ഇങ്ങനെയുള്ള മുദ്രാവാക്യങ്ങളാണ് പ്രതിപക്ഷം ഉയർത്തിയത്. വീര്യം കുറഞ്ഞ നികുതി ഇളവ് സംബന്ധിച്ച് കോൺഗ്രസിനുള്ളിൽ തർക്കമുണ്ടെന്ന് ചില സൂചനകൾ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് പ്രതിപക്ഷം ഇങ്ങനെയൊരു മുദ്രാവാക്യം ഉയർത്തിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും എക്സൈസ് മന്ത്രി M ലിജുവും നേരത്തെ തങ്ങളുടെ അതൃപ്തി പ്രകടമാക്കിയിരുന്നു. മദ്യ ഉപഭോഗം കുറയ്ക്കുമെന്ന UDF നയത്തിന് വിരുദ്ധമാണ് ഈ നിലപാട് എന്നാണ് വിമർശനം. സർക്കാർ നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ജനങ്ങൾക്ക് സ്വീകാര്യമാണെന്ന് ഉറപ്പുവരുത്തണമെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. പാർട്ടിക്കുള്ളിൽ ചർച്ച ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എക്സൈസ് മന്ത്രിയുമായി കൂടിയാലോചന നടത്താതെയാണ് നികുതി നിശ്ചയിച്ചെന്ന വിമർശനവും ഉണ്ടായിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഒരു U-ടേൺ അടിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. പാർട്ടിയിലും മുന്നണിയിലും അസംതൃപ്തി പുകയുന്നതിന്റെ പശ്ചാത്തലത്തിൽ മദ്യനികുതി വിവാദത്തിൽ നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയുമുണ്ട്. പാർട്ടി വേദിയിൽ ചർച്ച ചെയ്യാതെ തീരുമാനം എടുത്തതാണ് പരാതി. മദ്യനികുതി വിവാദത്തിൽ പുനഃപരിശോധന വേണമെന്നാണ് നേതാക്കളുടെ അഭിപ്രായം. അതേപോലെ സ്ഥിരം മദ്യവിരോധിയായ VM സുധീരൻ നേരത്തെ തന്നെ മദ്യത്തിന്റെ നികുതിയിൽ തിരുത്ത് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരുന്നു.